ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാർ ടുവിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. അപ്പം വാർ ടു നമ്മുടെ ഓഗസ്റ്റ് 14 ഗൈസ് ഇറങ്ങുന്നത്. ഈ തവണ നമുക്ക് നേരെ ഹൃത്തിക് റോഷൻ ആൻഡ് ജൂനിയർ NTR ആണ് ഗൈസ് ഈ തവണ വരാൻ പോകുന്നത്. കൂടെ കിയാര അഡ്വാനിയൊക്കെ ഉണ്ട്. കാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അകത്ത് പത്താനും ടൈഗറിൻ്റെ വല്ല ക്യാമിയോ ഒക്കെ ഉണ്ട്. ബട്ട് ഏറ്റവും അവസാനം ഇവരുടെ നെക്സ്റ്റ് പടത്തിൻ്റെ ആൽഫയുടെ ഒരു ക്യാമിയോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ക്യാമിയോ അല്ല, അവരെ എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോകാം ഗൈസ്. എന്തുകൊണ്ട് ഇവർ ഇത്രയും ഉറപ്പോടെ കൂലിയായിട്ട് ക്ലാഷ് വെക്കുന്നതാണ്. ഐമാക്സ് സ്ക്രീനൊന്നും ഇല്ല കേട്ടോ കൂലിക്ക്. എല്ലാം വാർ ടു മേടിച്ചുകൊണ്ട് പോയി. എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ്. വരൂ ഗൈസ്, നമുക്ക് നേരെ എന്തായാലും ട്രെയിലർ കാണാം. നേരെ ട്രെയിലറിലേക്ക് പോവാം. ഓക്കെ, യശ് രാജ് ഫിലിംസ്. कि मैं अपना नाम, अपनी ओह। पहचान, अपना घर तुम्हें परिवार identity। सब त्याग कर एक साया बन जाऊंगा। एक गुमनाम ഹൃത്തിക് റോഷൻ ഈസ് ബാക്ക് ഓൺ സ്ക്രീൻ ഗൈസ്. मैं शपथ लेता हूँ വർഷങ്ങൾക്ക് मैं वो सब വർഷങ്ങൾക്ക് करूंगा ശേഷമല്ല, എനിക്കൊന്ന് जो ഫൈറ്റ് कोई ആണെന്ന് और नहीं നോക്കാം. कर सकता, ജൂനിയർ NTR ബോഡി റിവ്യൂ. जो जंग कोई नहीं लड़ सकता वो मैं लड़ूंगा। ഓ, എക്സ്പ്ലോഷൻ. हर दोस्त, हर साथी, हर उस चेहरे से मुंह मोड़ കിയാര. लूंगा, जिसे कभी प्यार किया और पलट कर कभी पीछे नहीं देखूंगा। अच्छाई बुराई, सही गलत, पाप पुण्य की हर लकीर को मिटा दूंगा। मैं वो बलिदान दूंगा जिसका कोई गवाह नहीं होगा, ഓ, എക്സ്പ്ലോഷൻ്റെ ഫോട്ടോ. जिसकी कीमत मैं अपनी जान से या फिर अपनी आत्मा से चुकाऊंगा। अब मैं इंसान नहीं, सिर्फ एक हथियार ഓ, हूं। അത് जंग का हथियार। या तो मारूंगा या फिर मरूंगा। Death before dishonor, सर्विस बिफोर सेल्फ, India first. इंडिया फर्स्ट। ഓ, രണ്ടുപേരും ഓരോ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. കാർ. ഓ, കുറെ വിഷ്വൽസ് ഉണ്ടല്ലോ. Here. Heroes will fall. कर्मण्य Warriors will rise. महाफलेषु कदाचन। He is a soldier. You are a soldier. And this is war. Ayan Mukherjee. Ayush Chopra. ഗൈസ്, എന്തായാലും ട്രെയിലർ കൊള്ളത്തില്ല. ട്രെയിലർ കൊള്ളാം, ആക്ച്വലി നല്ല ട്രെയിലറാണ്. ട്രെയിലറൊക്കെ ഇട്ട് കൊള്ളാം. ആക്ച്വലി സീനും കൊള്ളാം, സീൻസൊക്കെ കൊള്ളാം. പിന്നെ നല്ല ബഡ്ജറ്റുള്ള പടമാണ് ഗൈസ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഏകദേശം നല്ലൊരു ബഡ്ജറ്റ് ഉണ്ട് ഈ പടത്തിന്. എനിക്ക് എത്രയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു വലിയ പടമാണ്. ആക്ച്വലി ഈ വർഷത്തെ ഒരു ബിഗ് പടമാണ് ബോളിവുഡിൻ്റെ വാർ ടു. അപ്പോൾ അതായതിൻ്റെയായിരിക്കും ക്ലാഷൊക്കെ വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാഷ് വാർ ഇറങ്ങിയ സമയത്ത് ഒരു ക്ലാഷായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു തെലുങ്കിലെ ചിരഞ്ജീവിയുടെ പടമായ സൈറ നരസിംഹ റെഡ്ഡി. സൈറ നരസിംഹ റെഡ്ഡി കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, ഫിലിം പടമാണ്. ഇതന്ന് ഇതിൻ്റെ കൂടെ ഇറങ്ങിയുകൊണ്ട് അന്ന് അത് മുങ്ങിപ്പോയി. പക്ഷേ ഇത് ജയിച്ച്, ഇത് വൻ വിജയമായിരുന്നു വാറ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തവണ എന്തായാലും അങ്ങനെ വരത്തില്ല, കാരണം എതിരെ നിൽക്കുന്ന അറിയാമല്ലോ. കൂലി. ഇപ്പോൾ കൂലിയുടെ ട്രെയിലറും കൂടെ വരട്ടെ. ഇത് ട്രെയിലർ കട്ട് കൊള്ളാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല കളർ പാലറ്റും ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് നല്ല രീതി VFX FX ആൻഡ് സ്റ്റുഡിയോസ് എന്ത് വരുന്ന പേര് കാണാം VS. അപ്പോഴത്തേക്കും കുറേ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 14 നമുക്ക് ഫസ്റ്റ് എന്തായാലും പ്രയോറിറ്റി കൂലി തന്നെയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വാർ ടു. അപ്പം നമുക്കെന്തായാലും അടുത്ത ട്രെയിലറിനായിട്ട് വെയിറ്റ് ചെയ്യാം. ട്രെയിലർ കൊള്ളാം, ഇവർ രണ്ടിനും വിഷയമായിരിക്കും. ഓപ്പോസിറ്റ് നല്ല VFX ഒക്കെ നല്ല വർക്ക് വീണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൃത്തിയുടെ സാധനം കാണിച്ചിരുന്നു. എന്തോ ബോട്ട് എടുത്ത് F1 റേസ് ട്രാക്കിൽ കൂടെ ഓട്ടിക്കുന്നത്. എന്തുവാണെന്ന് അറിയത്തില്ല. അതൊക്കെ ഇനി സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് ലോജിക്കൊക്കെ എടുത്ത് കളയേണ്ടി വരും ഗൈസ് ഈ പടം കാണുമ്പോൾ.
കാരണം ഇതും മറ്റേ പടമൊക്കെ പത്താനൊക്കെ അതുപോലെയൊക്കെ ലോജിക് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് പോയാൽ നമുക്കൊട്ടും പിടിക്കത്തില്ല. പിന്നെ സ്ക്രീൻ പ്രസൻസ് ഋത്തിക് റോഷൻ വിഷയം. ഋത്തിക് റോഷൻ നല്ല ബൾക്കായി പൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ ഫൈറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതും അത്ര വലിയ വിജയമൊന്നും ആയില്ല. ബട്ട് അത് നിങ്ങളും കാണേണ്ടതാണ് ഗൈസ്. അതൊക്കെ പോയി കാണുക. ആ ജൂനിയർ NTRും ആദ്യമായിട്ട് ഒരു ഹിന്ദി പടം ചെയ്യുന്നത്, അതും ഋത്തിക് റോഷൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. കിയാറ അഡ്വാനിക്ക് നല്ല റോളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് പുള്ളിക്കാരി ഋതിക് റോഷനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രെയിലർ കൊള്ളായിരുന്നു. അപ്പോൾ അടുത്ത ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഇടുന്നെങ്കിൽ തരട്ടെ ഗൈസ്. പാട്ടൊക്കെ ഇതുവരെ ഒന്നും ഇറക്കിയിട്ടില്ല, ഒരു പാട്ടൊക്കെ വരുത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം ട്രെയിലറൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യാനായിരിക്കും. ഓഗസ്റ്റ് 14 വരെ സമയമുണ്ടല്ലോ. അപ്പം നമുക്ക് നേരെ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.